ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം വെക്കുന്ന സമയത്ത് 2 കപ്പ് റവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അളവിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേക്കും 2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലൊക്കെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും, അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മാവൊക്കെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവ് ആകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഈ മാവൊന്ന് മാറ്റി കൊടുക്കണം. നല്ല വീതിയുള്ള പ്ലേറ്റിൽ തന്നെ നമുക്ക് മാറ്റി വെക്കണം. നല്ലതായിട്ട് നിരത്തി ഇടണം. പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് അപ്പോൾ ആക്കി എടുക്കുകയും വേണം. ഒരുപാട് തണുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാവ് പെട്ടെന്ന് കട്ടയായി പോവും. പിന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് ചെറു ചൂടോട് തന്നെ കുഴച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പം ചെറിയ ഉരുളകളാക്കി ഈ ഇടിയപ്പ പീച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇടിയപ്പം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തട്ടിലേക്ക് കുറച്ച് തേങ്ങ നിരത്തി വെച്ചിട്ട് നമുക്കതിലേക്ക് പ്രസ് ചെയ്തിട്ട് ചുറ്റിച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ ചൂടോടെ ആക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ മാവ് കട്ടിയായിപ്പോൾ നമുക്കപ്പം ചുറ്റിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമുക്കിത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി എടുത്താലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വളരെ എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാക്കാതെ കാണാൻ പറ്റുള്ളൂ. ഒരു പുതിയ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.